ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പരിപ്പ് മുരിങ്ങക്ക മാങ്ങ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈ കറി ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അര ബൗൾ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകിയെടുത്ത പരിപ്പാണ്. ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പരിപ്പ് നന്നായി വെന്തുടയാൻ പാടില്ല, പരിപ്പ് പാകത്തിനുള്ള വേവേ പാടുള്ളൂ. അപ്പോൾ കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ആ വിസിൽ പോകാനായിട്ട് വെയിറ്റ് ചെയ്യുക. വിസിൽ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ പരിപ്പ് കറക്റ്റ് വേവായിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്കൊരു 1.5 ബൗള് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു അര ബൗള് പരിപ്പിന് ഞാൻ 1.5 ബൗൾ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പരിപ്പ് വെന്തിട്ടുണ്ട്. ഇങ്ങനെയാണ് പരിപ്പ് വേവിച്ചെടുക്കേണ്ടത്. നന്നായി ഉടയാനും പാടില്ല. ഈ ഒരു രൂപത്തിലായിരിക്കണം പരിപ്പ് വെന്ത് കിട്ടേണ്ടത്. അപ്പോൾ കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിച്ചാൽ തന്നെ പരിപ്പ് പാകത്തിന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ നീളത്തിൽ എടുത്തിട്ടുള്ള മുരിങ്ങക്കായ, 2 മുരിങ്ങക്കായാണ് എടുത്തിരിക്കുന്നത്. തൊലി ചിരണ്ടി കളഞ്ഞിട്ടുള്ള 2 മുരിങ്ങക്കായ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് തക്കാളിയാണ്. ഞാൻ ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത്, നന്നായി പഴുത്ത ഒരു തക്കാളി. അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം അത് ഇതുപോലെ നടു കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ബൗള് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പരിപ്പെടുത്ത അതേ ബൗളിൽ തന്നെയാണ് വെള്ളം എടുത്തേക്കണത്. അപ്പോൾ വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തീ ഓണാക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. മുരിങ്ങക്കായ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഈ സമയത്ത് മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ആകുമ്പോഴേക്കും മാങ്ങ ആകെ ഉടഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവണ നേരം കൊണ്ട് നമുക്ക് നാളികേരം അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഒരു 4 ടേബിൾ സ്പൂൺ നാളികേരം, അത്രേ ആവശ്യമുള്ളൂ. വളരെ കുറവ് നാളികേരം മാത്രമേ ഈ കറിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ നാളികേരം എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി അരച്ചെടുക്കണം, നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് കുറേ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതുപോലെ അരഞ്ഞു കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ നന്നായി നാളികേരം അരച്ചെടുക്കുക. ഇപ്പം നമ്മൾ നേരത്തെ അടുപ്പത്ത് വെച്ച മുരിങ്ങക്കായ തക്കാളിയും ഒക്കെ നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. മുരിങ്ങക്കായൊക്കെ പകുതി വെന്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 മാങ്ങയാണ് എടുത്തേക്കണ്. ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇത്ര വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. 3 മാങ്ങയാണ് എടുത്തേക്കണ്. അതുകൊണ്ട് ഞാൻ ഒരു മാങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് 3 മാങ്ങ കിട്ടിയില്ല, പുളിയ മാങ്ങയൊക്കെയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് മാങ്ങ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം പുളി ചിലപ്പോൾ കൂടിപ്പോവും. അപ്പം 3 മാങ്ങയാണെങ്കിൽ ഇത്രയും കറിക്ക് ഒരു മാങ്ങ മതിയാവും. അപ്പോൾ പുളി പാകമായിരിക്കും. അപ്പോൾ മാങ്ങയുടെ പുളിക്കനുസരിച്ചിട്ട് നിങ്ങൾ മാങ്ങ എന്തോരം വേണമെന്നുള്ളത് എടുക്കുക. അപ്പോൾ ഇനി മാങ്ങ കൂടിയും ചേർത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് തീ നന്നായി കൂട്ടി തന്നെ വെക്കുക. തീ കുറച്ച് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുരിങ്ങക്കായ നേരത്തെ പകുതി വന്നിട്ടുണ്ടായിരുന്നു. ഇനി മാങ്ങയും കൂടിയും ചേർത്ത് എല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കുക. മാങ്ങയും മുരിങ്ങക്കായ എല്ലാം ഒരു 3/4 ഭാഗം വേവണ വരെ വേവിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ മുരിങ്ങക്കായും മാങ്ങയൊക്കെ ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇപ്പം മുരിങ്ങക്കായ ആയാലും 3/4 ഭാഗം വെന്തിട്ടുണ്ട്. തക്കാളി ഒന്നും അങ്ങനെ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. മാങ്ങയൊക്കെ ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി ഈ സമയത്താണ് നമ്മൾ പരിപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പരിപ്പ് നന്നായി വെന്തുടയാൻ പാടില്ല. കാരണം പരിപ്പും കൂടിയും ചേർത്ത് നമ്മൾ നന്നായി ഒന്ന് തിളപ്പിക്കും. അപ്പോൾ നന്നായി വെന്ത പരിപ്പാണെങ്കിൽ ഒന്നും കൂടി തിളയ്ക്കുമ്പോൾ അതെല്ലാം ഉടഞ്ഞു പോവും.
അപ്പോൾ കുറച്ച് പരിപ്പ് നമ്മുടെ കറിയിൽ ഇങ്ങനെ ഉടയാതെ തന്നെ കിടക്കണം. അപ്പോഴാണ് കറി കാണാനും ഒരു ഭംഗി ഉണ്ടാവുക, പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും പരിപ്പ് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ. അപ്പോൾ പരിപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പരിപ്പ് വേവിക്കുമ്പോഴാണ് ഉപ്പിട്ടുണ്ടായിരുന്നത്, പിന്നെ കഷ്ണങ്ങളൊന്നും വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിലെ പാകത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് തിളയ്ക്കണം. നന്നായി തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് നേരത്തെ അരച്ച നാളികേരം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നേരത്തെ അരച്ച് വെച്ച നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നാളികേരം ചേർത്ത് ഈ ബാക്കി ഇതിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട്, ഇപ്പോൾ ഒരു ബൗളെങ്ങാനും വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി ചുറ്റിച്ചൊഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ കറിയുടെയൊക്കെ കട്ടിയൊക്കെ പാകമാണ്. ഇനി വേറെ കൂടുതൽ വെള്ളം ഒഴിക്കാനോ കൂടുതൽ വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാളികേരം കൂടി ചേർത്ത് നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കറി റെഡിയാവും. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കാനായിട്ട് തീ നന്നായി കൂട്ടിയൊന്ന് വയ്ക്കാം. ഇപ്പോൾ നാളികേരം കൂടി ചേർത്ത് കറിയൊക്കെ നന്നായി തിളച്ചു തുടങ്ങി. ഇപ്പോൾ നമ്മുടെ മുരിങ്ങക്ക ആയാലും മാങ്ങ ആയാലും ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല. പരിപ്പാണെങ്കിൽ കുറച്ചൊക്കെ ഉടഞ്ഞ് കട്ടിയായിട്ടുണ്ട് കറി, എന്നാൽ കുറച്ച് പരിപ്പ് ഉടയാതെയും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു രൂപത്തിലായിരിക്കണം നമ്മുടെ കറി ഉണ്ടാവേണ്ടത്. അപ്പോഴാണ് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പരിപ്പ് എല്ലാം ഉടഞ്ഞു പോവുകയാണെങ്കിൽ കറി ഒരുപാട് അങ്ങോട്ട് കട്ടിയായി പോകും. അപ്പോൾ ഈ ഒരു പാകത്തിന് ചാറൊക്കെ കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഒരു പാൻ ചൂടാവുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി കഴിയുമ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കുമ്പോൾ കറിക്ക് നല്ല മണം ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ മതിയാവും. അപ്പോൾ ആ ഉലുവ ഇട്ട് കൊടുക്കാം. കടുകും ഉലുവയും പൊട്ടി കഴിഞ്ഞാൽ തീ നന്നായി ഒന്ന് കുറച്ച് വയ്ക്കുക. അതിനുശേഷം നമുക്കൊരു 3 വറ്റൽമുളക് ഇതുപോലെ നടു പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. വറ്റൽമുളക് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ പിന്നെ കറിവേപ്പിലയാണ് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് വറ്റൽമുളക് ഒന്ന് ഇളക്കി കൊടുക്കാം. വറ്റൽമുളക് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനൊരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില ഇടുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഇട്ടാലും മതിയാവും. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പരിപ്പ് മുരിങ്ങക്ക മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ ഞാൻ പറഞ്ഞ പോലെ എടുക്കുകയാണെങ്കിൽ പിന്നെ ചാറൊക്കെ നല്ല പാകത്തിന് കട്ടിനിയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ഈ വീഡിയോ മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.